കണ്ടതെല്ലാം മനോഹരം, ഇനി കാണാനുള്ളത് അതിലും മനോഹരം. ദ മാൽദീവ്സ്. ഞാൻ ജിഷ സനീഷ്. ഞങ്ങൾ കറങ്ങി മാൽദീവ്സ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ. ഇറ്റ്സ് എ പ്രൈവറ്റ് ഐലാൻഡ്. ഇവിടെ ഒറ്റ റിസോർട്ടേ ഉള്ളൂ, ദ സ്റ്റാൻഡേർഡ് ഹുറുവേലി. ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ ആ റിസപ്ഷനൊക്കെ ഒന്ന് കണ്ണോടിച്ച് വന്നപ്പോഴേക്കും കീ ഹാൻഡ് ഓവർ ചെയ്തു. അവർ ആ കീ ഹോൾഡർ വെച്ചേക്കുന്നുണ്ടോ, അത് എന്താ റിസപ്ഷൻ്റെ ഏരിയാസും അല്ലെങ്കിൽ എന്താ അവരുടെ റെസ്റ്റോറൻറ്റ് എവിടെയാണ്, സ്പാ സെൻറ്റർ എവിടെയാണ്, ശരിക്കും റൂട്ട് മാപ്പാണ് അവർ ആ തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ലഗൂൺ ഓവർവാട്ടർ പൂൾ വില്ലയിലേക്ക് പോവാം കേട്ടോ. ഇതാണ് നമ്മുടെ അംബാസിഡർ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ടേക്ക് കെയർ ഓഫ് ചെയ്യാനായിട്ട് ദ എൻറ്റയർ സ്റ്റേ ഇവരായിരിക്കും നമ്മളുടെ അംബാസിഡർ. നമുക്ക് വേണ്ട കാര്യങ്ങളും എല്ലാവരും കണക്ട് ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആയാലും. ടെന്നീസ് കോർട്ട്, പൂൾ ഏരിയ, കിഡ്സ് കെയർ ഹോം, ബാർ, റെസ്റ്റോറൻറ്റ്, ഇതൊക്കെ ഇങ്ങനെ അവർ കാണിച്ചു തന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഓവർ വാട്ടർ വില്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ. വാട്ടറിൻ്റെ കളറൊക്കെ എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ഈ കാണുന്നത് ഒരു സ്പാ സെൻറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്ന ഗ്ലാസ് ആണ് അതിൻ്റെ താഴെയൊക്കെ ഇട്ടിരിക്കുന്നത്. നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. ഈ വെള്ളം നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഞങ്ങൾ അവരെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോർണറിൽ അല്ലെങ്കിൽ ഒരു എൻഡായിട്ട് കിട്ടണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു റൂം ഏറ്റവും ലാസ്റ്റായിട്ടാണ് കിട്ടിയത് കേട്ടോ. 55 ആയിരുന്നു നമ്മുടെ റൂം. ആൻഡ് ഫൈനലി വി ആർ ഇൻ. അഹാനും ആരോട്ടിനും ഒരു ക്ഷമയുണ്ടായില്ല. അവർ ആ ഡോറ് തുറക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരം ഞാൻ നേരെ ബാത്റൂം കാണാനാണ് പോയത്. നല്ല വെറൈറ്റി ആയിരുന്നു അവരുടെ സെറ്റിങ്സ് ഒക്കെ പിക്ചേഴ്സിൽ കണ്ടിട്ടുള്ളത്. ബൈ ദ ടൈം ഷോൺ നമുക്ക് ഇതൊക്കെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഇനി കംപ്ലീറ്റ് റൂം ടൂർ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ പിന്നെ ചെയ്യാവേ. കാടൊന്നുമല്ല കേട്ടോ, നല്ല രസമുണ്ട്. പ്രകൃതി രമണീയമായി പച്ചപ്പും ഹരിതാപയും. ബാക്ക് സൈഡിൽ നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡ് വരുമ്പോൾ ബ്ലൂയിഷ് വാട്ടർ, നല്ല രസമല്ലേ കാണാൻ. ഇത് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. ഇത് രാത്രി കാണാൻ ഇതിനേലും ഭംഗിയാണ്. ഞാനൊരു ഫോട്ടോ വയ്ക്കാം. ഇത് നമ്മുടെ മെയിൻ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. ഇനി വരുന്ന വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. ബട്ട് ഐ പ്രോമിസ് നിങ്ങളെ ബോറടിപ്പിക്കാതെ ഞാൻ കൊണ്ടുപോവാം. അപ്പം ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇൻഡോറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. മൊത്തം ഇൻഡോറും വാട്ടർ ബേസ്ഡ് തീം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ ഇതൊരു ടി വി ഒക്കെ വെച്ചിട്ടൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു കിഡ്സ് കോർണർ എന്നൊക്കെ പറയാം. ഇനി ഒന്നുമില്ല, ജസ്റ്റ് റിലാക്സ്. ത്രൂ ഔട്ട് ദി സ്റ്റേ ഒത്തിരി ഫിഷൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ബോറടിപ്പിക്കാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി വെള്ളത്തിലേക്കൊക്കെ ചാടും മുന്നേ ഒരു റൂം ടൂർ ചെയ്യാം അല്ലേ. റൂം നല്ല അടിപൊളിയാണ്, സ്പേഷ്യസ് ആണ്. സ്നോർക്കലിംഗ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. നമ്മുടെ ഷൂസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അത് മാത്രം നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് ഒരു മിറർ ഉണ്ടായിരുന്നു, വലിയ മിററായിരുന്നു. വാല്യുബിൾസ് ഒക്കെ വെക്കാനായിട്ട് ലോക്കർ. ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള പോലെ നല്ല രീതിയിൽ അവർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അക്വ ഷൂ, ഹാറ്റ്, സൺസ്ക്രീൻ അതൊക്കെ മസ്റ്റാണ്ടോ ഒന്നും മറക്കാതെ കൊണ്ടുവരാം. ഇനി ഇത് പിള്ളേർക്കുള്ള ബെഡ് സ്പേസ് ആണ്. 2 കോർണറിൽ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിനി ബാർ, വാട്ടർ ബോട്ടിൽ, പിന്നെ കുറച്ച് സ്നാക്സ്, കോഫി മെഷീൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്പാ സ്പെഷ്യലിസ്റ്റ്. മഞ്ഞൂഞ്ഞയും ബേബി മഞ്ഞൂഞ്ഞയും റെസ്റ്റ് എടുക്കുകയാണ്. ഈ റിസോർട്ടിൽ എല്ലാത്തിനും സ്പെഷ്യൽ ഫീലായിരുന്നു എനിക്ക് തോന്നിയിരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഈ ലൈറ്റ് വരും. എനിക്ക് ആ ഒരു പിങ്ക് പേർപ്പിൾ മിക്സ് ലൈറ്റാണ് ഞാൻ അവിടെ എപ്പോഴും സെറ്റ് ചെയ്തിട്ടിരുന്നത്. ആംബിയൻസ് ഒരു രക്ഷയില്ല. ഞാൻ അഡാപ്റ്ററൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ലൈക്ലി ഇത് സെയിം ആയിരുന്നു ഇവിടെയും. US ബേസ് തന്നെയായിരുന്നു പ്ലഗ് ഒക്കെ കേട്ടോ.
നേരമായിട്ടുണ്ട്, അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് വെള്ളത്തിലേക്ക് ചാടാട്ടോ. ഇത്രയും നേരം നമ്മൾ കണ്ട വ്യൂവേ മാറിപ്പോയി, എക്ദം ഡിഫറെൻറ്റ് വൈബ്. ഇതുപോലത്തെ ഫിഷൊക്കെ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റിംഗ്രിയാണ് അവിടെ ചെന്നിട്ട് കാണുന്ന. ത്രൂ ഔട്ട് ദ സ്റ്റേ നമ്മൾ ഒത്തിരി സ്റ്റിംഗ്രിനെ കണ്ടു, വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പം നമുക്കൊരു ഷാർക്കിനെ കാണാൻ പറ്റി, ബേബി ഷാർക്ക്. ആരുട്ടന് പിടിച്ചു കൊടുക്കുമെന്നാ ചോദിക്കുന്നത്. ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാട്ടോ. ഈ പാത്വേ ആണ് കേട്ടോ, നമ്മൾ വന്നിറങ്ങുന്ന പാത്വേ ഇല്ലേ, അതാണ്. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഒരു വേറെ വൈബായി അവിടെ. അമേസിങ് ആൻഡ് ഫ്രഷ് ഫുഡായിരുന്നു. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, വെറൈറ്റി ആയിട്ട് തോന്നിയ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കാം. ഇത് ട്രഡീഷണൽ മാൽദീവ്സ് ഫുഡായിരുന്നു. ഇത് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം, അതിനുശേഷം നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതാ വേറൊരു സ്റ്റിംഗർ ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലേ ഇത്. മാൽദീവ്സിൽ വന്നിട്ട് സൺറൈസ് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരത്തെ എണീച്ചു. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, പാത്വേ ഒക്കെ നല്ല നനഞ്ഞു കിടക്കുന്നുണ്ടോ. നമ്മൾ പച്ചവെള്ളം എന്ന് പറയാറുണ്ട്, ഇതാണ് പച്ചവെള്ളം. സൺലൈറ്റ് വരുന്നതിന് മുന്നുള്ള കളറാണത്. നല്ല രസമല്ലേ കാണാനായിട്ട്. അവർ പറഞ്ഞത് വെയിലനുസരിച്ച് വാട്ടറിൻ്റെ കളറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ഡ്രമാറ്റിക് പ്ലേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലാം ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എണീച്ചു പോകും. ഗുഡ് മോർണിംഗ്. പിള്ളേരൊന്നും എണീച്ചിട്ടില്ല, അപ്പം അതിന് മുന്നേ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ വേഗം ചെയ്യണം. സൺസ്ക്രീമൊക്കെ തേച്ച് ഞാൻ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലാ? അടിപൊളിയില്ലേ, നല്ല രസമല്ലേ. നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ള മെനു ഒക്കെ നമ്മുടെ ചോയ്സാണ്. നമ്മൾ ഓൾറെഡി അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. രാവിലെ അവർ വന്ന് സെറ്റ് ചെയ്ത് തരും. കുറച്ച് പൂക്കളുടെയും കൂടെ കുറവുണ്ടല്ലേ. ഐ വാസ് സോ എക്സൈറ്റഡ്. വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണേക്കാളും ഇതിൽ ഫോട്ടോഷൂട്ട് എടുക്കണം. നമ്മൾ ഇൻസ്റ്റയിൽ റീലൊക്കെ കണ്ട് ഒരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫീലായിരുന്നു. അപ്പോൾ ഞാൻ സനിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്, താങ്ക് യു, ഇതൊരു ഭയങ്കര അമേസിങ് എക്സ്പീരിയൻസ് ആണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കണ്ണടയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് ഇത്തിരി ജാടയൊക്കെ ഇട്ടിട്ട് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കയറി നിന്നിട്ട് വേണം സനിയുടെ വീഡിയോസ് എടുക്കാൻ. ഒരാളെയും കൂടെ കൊണ്ടുപോകേണ്ടതായിരുന്നല്ലേ വീഡിയോ ഒക്കെ പിടിച്ചു തരാനായിട്ട്. സനി കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സിൻ്റെ ആളാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. സൺഗ്ലാസ് മുക്കുമ്പെങ്കിൽ അല്ലെങ്കിൽ സൺ ടാൻ അടിച്ച് ഇതായി പോവും. അപ്പോഴേക്കും മഹാൻ ചാടി എണീച്ച് പുള്ളി വന്നിട്ട് ആ സ്വിച്ച് അമർത്താതിരുന്നത് നന്നായി, അല്ലെങ്കിൽ അതിലൊക്കെ വെള്ളം കയറിയാനെ. ആരുട്ടിന് ഞാൻ ചുമ്മാ ഒന്ന് സൗണ്ട് കൊടുത്തോളൂ, ഉറക്കത്തിൽ നിന്ന് ചാടി ഇടിയിട്ട് ബാലൻസ് പോലും ഇല്ല, നേരെ വരുന്നത് പൂളിലേക്കാണ്. ഇതൊരു വെറൈറ്റി വൈബല്ലേ. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ വെള്ളത്തിൽ കിടന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഒരു വൈബ്. എന്ന് വെച്ചിട്ട് എൻ്റെ ഫുഡ് നമുക്ക് ആ സൺലൈറ്റിൽ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റത്തില്ല. ചൂടെടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ചൂടാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടുത്തെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് അകത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനത്തെ ഉള്ള ബക്കറ്റ് ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെക്കുന്ന ഒരു ആളല്ല. എങ്കിലും ഒത്തിരി കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കോർത്തിണക്കി വെക്കലുണ്ട്. അപ്പം അതിലൊരു ആഗ്രഹമായിരുന്നു ഈ നടന്നത്. ഇതെൻ്റെ ലൈഫിലൊരു മെമ്മറബിൾ ട്രിപ്പാണ് കേട്ടോ. ഇതൊക്കെ നടത്തി തരുന്ന ദൈവത്തിന് നന്ദി. ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെള്ളത്തിലേക്കൊക്കെ ചാടാൻ പോവാൻ കേട്ടോ. അപ്പോൾ ആസ് ഐ സെഡ്, മൊബൈൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിലൊക്കെ ചാടി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു സ്റ്റിംഗറേ വന്നത്. അപ്പോൾ ഇതിൻ്റെ വാല് കൊണ്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ചാടി കയറി. എന്തായാലും വീഡിയോ എടുത്തു, കണ്ടോ, അത് ഒത്തിരി വലിയ സ്റ്റിംഗറേ ആയിരുന്നു കേട്ടോ. നൈറ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇതിപ്പോൾ റിഫ്ലക്ഷൻ കാരണം വീഡിയോസിലേക്ക് അങ്ങോട്ട് ശരിക്കും കിട്ടുന്നില്ല. പിന്നെ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മണ്ണിങ്ങനെ കുഴിച്ചിട്ടൊരു ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ച് ആശാൻ അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഇറങ്ങി
ഇപ്പോൾ സമയം ഒരു 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ ചില്ലുപാത്രം പോലെ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അത്ര അങ്ങോട്ട് ക്ലാരിറ്റി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു വീഡിയോഗ്രാഫറൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് എടുത്താനേ അവർ. വെള്ളത്തിൽ കിടക്കുക, ഫുഡ് കഴിക്കുക, വെള്ളത്തിൽ കിടക്കുക, പിന്നെ കുറേ നേരം ഫോട്ടോ എടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ഫുഡായിരുന്നു കൊണ്ടുവച്ചിരുന്നത്. വി എൻജോയ്ഡ് ഇറ്റ്. പിന്നെ നാളെ ഞങ്ങൾ വേറെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് റിസപ്ഷനിൽ വന്നിങ്ങനെ ഇരുന്നപ്പോൾ അവിടെ കുറച്ച് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് റെഫർ ചെയ്യാനും. ഈ മറൈൻ വേൾഡും ഒക്കെ നല്ല രസമായിട്ട് അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാലൻസ് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ദിവസം ഞാൻ കുറേ ഉരുട്ടി നോക്കിയിട്ട് എനിക്കങ്ങോട്ട് മനോധൈര്യം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊന്ന് സെറ്റാക്കി എടുത്തു, പിന്നെ ഓക്കെ ആയി. പിന്നെ ഞാനിങ്ങനെ കുറേ സൈക്കിൾ ഓടിയൊക്കെ അവിടെ നടക്കുമായിരുന്നു കേട്ടോ. അതൊരു രസമായിരുന്നേ. ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ നൈറ്റ് എടുത്ത വീഡിയോ ആണ്. അപ്പം അന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടോ, ഇതൊരു വൈറ്റ് കളർ ബേബി സ്റ്റിംഗറി ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരു ഡിഫറെൻറ്റ് കളറൊക്കെ ഉള്ള ഒരു ബ്ലൂ, ഗ്രീൻ, യെല്ലോയിഷ് മിക്സ് ആയിട്ടുള്ള കുറേ മീനുകളിങ്ങനെ പോകുന്നു. ആരുട്ടനെ ഞങ്ങൾ ആരുട്ടാന്ന് വിളിക്കണ കാരണം അവൻ ക്രാബിനെ ക്രാബൂട്ടാന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങളുടെ ആനിവേഴ്സറി ആയിട്ട് നല്ല അടിപൊളി ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു ഡിന്നറായിരുന്നു അവർ അറേഞ്ച് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ. ഈ റിസോർട്ടിൽ എല്ലായിടത്തും സ്റ്റിംഗ് റേസിന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നെമോ മൂവി കണ്ട പോലെ ഓർമ്മ വന്നു. എല്ലാ സ്റ്റിംഗ് മേലെയും കുറേ കുഞ്ഞു കുഞ്ഞു ഫിഷുകളും ഉണ്ട്. 3 ഡേയ്സ് എപ്പോഴും ഞങ്ങൾ ബഗ്ഗി വിളിക്കാതെ നടന്നു പോവുമായിരുന്നു, കാരണം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വൺ ടൈം എക്സ്പീരിയൻസ് അല്ലേ. എനിവേ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇത് റൂമിൻ്റെ എൻട്രൻസിൽ തന്നെ കണ്ടതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം വേറൊരു ഫിഷ് ഉണ്ടോ സൈഡിൽ. താങ്ക് യു ഇത് സ്റ്റാൻഡേർഡ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ അവരുടെ സർപ്രൈസാണിത്. അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ 2 പേരെ കാണാനില്ല. അവർ ആ താഴത്തു കൂടെ പോയ സ്റ്റിംഗ്റേനെ നോക്കിയിരിക്കുക. സനി പറയും പോലെ കറക്കം വന്നു, കറക്കം. ഇറ്റ്സ് ഗുഡ് മോർണിംഗ്. നമുക്ക് അവരൊക്കെ വരുന്നതിന് മുന്നേ നമുക്കൊരു ബാത്റൂം ടൂർ നടത്താം. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്, ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്. ഇതിൻ്റെ ഈ ഷോ ലൈറ്റ് കണ്ടില്ലേ, അത് ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ഷോ ലൈറ്റ് ഒന്ന് കറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ഈ ഗ്ലാസ് ടോപ്പിൽ കൂടെ നടക്കുക, അത് ഈവൻ പൊട്ടി വീഴുകളെന്ന് അറിഞ്ഞാലും നമുക്ക് ചെറിയൊരു പേടിയായിരിക്കും. അതിൻ്റെ താഴെ ഫിഷൊക്കെ വന്ന് പോണതും കുഞ്ഞി ഫിഷുകൾ വരുന്നതും ഒക്കെ കാണാമായിരുന്നു. പിന്നെ ഈ ബാട്ടബ്, അതൊരു വലിയ ബാട്ടബായിരുന്നു. ഒത്തിരി സമയം കൊടുത്തു വെള്ളം നിറയാനൊക്കെ. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ ബോഡി ജെൽ, ഷാംപൂ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഒന്നില്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ മരം, പ്ലാസ്റ്റിക് എവിടെയും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതുണ്ടല്ലോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഒരു കൊച്ചിൻ്റെ മൊബൈലിൽ വന്നിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇനി ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമുക്ക്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ അവരുടെ സർവീസ്. എല്ലാ സ്റ്റാഫും നമ്മൾ ഭയങ്കര കംഫർട്ടാകും. അവരുടെ നല്ലൊരു സർവീസായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പാക്കേജ് എങ്ങനെയാണ്, ഡയറക്റ്റ് പോകുന്നതാണോ നല്ലത്, എക്സ്പെൻസ് എത്രയായി.
ഞങ്ങൾ ഫുൾ ഇൻക്ലൂസീവ് പാക്കേജ് ഫോർച്യൂൺ ടൂസിൻ്റെ എടുത്തു. ഫ്ലൈറ്റ് എല്ലാം നമ്മൾ തന്നെയാണ് സെപ്പറേറ്റ് ബുക്ക് ചെയ്തത്. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹിഡൻ തിങ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഒത്തിരി എക്സ്പെൻസീവ് ആവും. ഇപ്പോൾ സീ പ്ലെയിനൊക്കെ ആണെങ്കിൽ ആവറേജ് $420 ഉണ്ട് പെർ ഹെഡ്. അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ആഡ് ഓൺ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് അതിനൊക്കെ കുറച്ച് എക്സ്പെൻസ് കൂടും. അപ്പം നമ്മൾ ഇതുപോലുള്ള വിഷ് ലിസ്റ്റ് ഷെയർ ചെയ്തൊരു പാക്കേജ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ഏജൻസീസിന് അതിൻ്റേതായ പാക്കേജുകളും കുറച്ച് കോംപ്ലിമെൻ്ററി ഐറ്റംസ് ഒക്കെ നമുക്ക് തരാൻ പറ്റും. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. മറ്റു പ്ലേസ് പോലെയല്ലല്ലോ, ഇതൊരു ഐലൻഡിലേക്കല്ലേ പോകുന്നത്. അപ്പൊ നമുക്കിനി വെള്ളത്തിലേക്ക് ചാടാം. നമുക്കിനി കുറച്ച് അണ്ടർ വാട്ടർ വ്യൂ ഒക്കെ കാണാം കേട്ടോ. ദെൻ അതൊരു അമേസിങ് ഫീൽ ആയിരുന്നു കേട്ടോ. നമ്മളെ കാണുമ്പോൾ പക്ഷേ ഫിഷൊക്കെ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇവരെ ക്യാപ്ചർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ഓൾസോ എൻജോയിങ് വാച്ചിങ് ഇറ്റ്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഫിഷുകളുടെയൊക്കെ പ്രത്യേകത ടെയിലിൽ മാത്രം ഒരു ലൈനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ബ്ലൂ ഫിഷ് അവിടെ ഇങ്ങനെ വന്നു. എനിക്ക് തോന്നുന്നു ആ ബ്ലൂ ഫിഷ് മുട്ടയിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് പുള്ളി മാറുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാലും പുള്ളി ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സ്റ്റിംഗ്റേനെ കണ്ടപ്പോൾ തൊട്ട് ആഹാന് പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഇച്ചിരി മടിയായി. പുള്ളി മോളിൽ നിന്ന് എനിക്ക് സിഗ്നലുകൾ തരുക, ബ്ലൂ ഫിഷ്, വൈറ്റ് ഫിഷ്. ഇവിടുത്തെ ഫിഷൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടാ. ഇതൊരു വേറെ ടൈപ്പ് ഡെമോ ടൈപ്പ് ഫിഷിലെ പേരൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ, എനിക്കറിയില്ല. Memorable. It was in a lifetime over here in Florida. ഒത്തിരി സുന്ദരമായിട്ടുള്ള മെമ്മറീസ് ആണ് ഞങ്ങളുടെ ലൈഫിലേക്ക് ഈ ഓവർ വാട്ടർ സ്റ്റേ പ്രസൻറ്റ് ചെയ്തത്. ഒത്തിരി മിസ് ചെയ്യും ഈ ഡേയ്സ്. ഞങ്ങളിവിടെ സ്പ്ലിറ്റ് സ്റ്റേ ആണ് എടുത്തത് കേട്ടോ. 2 എക്സ്പീരിയൻസും വേണ്ടേ നമുക്ക്. അപ്പോൾ ഞങ്ങളുടെ ലഗൂൺ ഓവർ വാട്ടർ വില്ല ഓവറായി. ഇനി ഞങ്ങൾ ബീച്ച് വില്ലയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ കണ്ട് ഷാർക്കിനെയാണ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ബീച്ച് വില്ലയുടെ തകർപ്പൻ വീഡിയോസ് കാണാം. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.